ഒരു വെൻഡോ ഓവർ ഹീറ്റ് ആയിട്ട് ഹെഡ് വയ്ക്കുന്നത് കാണണം കേട്ടോ. ഇതിപ്പോൾ പിസ്റ്റണി കാണണം കണ്ടോ, പിസ്റ്റണിൻ്റെ മേളിലൊക്കെ കത്തിപ്പോയിട്ട് കണ്ടോ. ഈ 4ാമത് ഇഞ്ചിട്ട് ഊരിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ, ഫുള്ള് കത്തിപ്പോയിരിക്കുകയാണ്. അപ്പോൾ ഹെഡിൻ്റെ അവസ്ഥ ഇതാണ്ടോ, ഇത് കണ്ടോ, ഹെഡൊക്കെ അയച്ചിട്ടൊക്കെയാണ്. നല്ല സ്ലെഡ്ജ് ഉണ്ട് അത്യാവശ്യം. ഗ്യാസ്കറ്റ് മാറണം, അതുപോലെ ഹെഡിന് ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ കുറേ പണിയുണ്ട്. നമ്മൾ വണ്ടി ഓവർ ഹീറ്റ് ആയതാണ് പ്രശ്നം. നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതൊക്കെ വാട്ടർ പമ്പൊക്കെ ദ്രവിച്ച് വാട്ടർ പമ്പ് ഓയിൽ മറ്റേ നമ്മുടെ തെർമോസ്റ്റാറ്റ് അതുപോലെ റേഡിയേറ്റർ അങ്ങനെയുള്ള ഏരിയകളിൽ വാട്ടർ ലീക്ക് കണ്ട എല്ലാ സൈഡിൽ നിന്നും കൂളൻ്റ് ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതേ ചുമ്മാ ഇൻലെറ്റ് മാനിഫോൾഡ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഈജാറിൻ്റെ പൈപ്പ് കാണണം കണ്ടോ. അതോട്ട് പോകാനുള്ള എയർ പോകാനുള്ള ഒരു കുഞ്ഞു ഹോള് മാത്രമേ ഉള്ളൂ, ബാക്കി കംപ്ലീറ്റ് ബ്ലോക്കായി പോയിട്ടാണ്. അപ്പോൾ അതുപോലെ കാർബണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വണ്ടി ഓവർ ഹീറ്റൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ആകെ തവിട് പൊടിയാവൂട്ടാ. അപ്പോൾ ഓവർ ഹീറ്റ് ആവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് കൂളൻ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് കൂളൻ്റ് കുറയുന്നുണ്ടെങ്കിൽ എന്താണ് ലീക്ക് എന്ന് നോക്കി കൺഫേം ചെയ്ത് അത് ക്ലിയർ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ വാട്ടർ ലീക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ വലിയ പണിയാവട്ടെ. അപ്പോൾ നമ്മൾ ഹെഡൊക്കെ പൊക്കി ഒരു ഇഞ്ചിട്ട് ഊരി പോകുന്നില്ല, ആ ഇഞ്ചിട്ട് റിക്കവർ മാറേണ്ടി വരും. ടർബോ കോർ വരെ പോയി എന്നുള്ളതാണ്, ടർബോ കോർ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എ സിയുടെയൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത് എ സിയുടെ കൂളിംഗ് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ചെക്ക് ചെയ്യുക എന്താണ് കൂളിംഗ് കുറഞ്ഞെന്നുള്ളത്. കൂളിംഗ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വണ്ടി ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ കൂളിംഗ് കുറയും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വലിയ പണികൾ കിട്ടും. ചില വണ്ടികൾ ടെമ്പറേച്ചർ ഹൈ ആയി കഴിഞ്ഞാൽ വാണിംഗ് കാണിക്കില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സി ഓൺ ആക്കിയിട്ട് ഓടുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് എ സിക്ക് കൂളിംഗ് കുറയും. അപ്പോൾ കൂളിംഗ് കുറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ എഞ്ചിൻസിൽ ടെമ്പറേച്ചർ ഹൈ ആവുന്നതാണ്. അപ്പോൾ എഞ്ചിൻ ടെമ്പറേച്ചർ ഹൈ ആയി കഴിഞ്ഞാൽ ഇതേപോലെ എ സി കൂളിംഗ് കട്ടാവും. അതുപോലെ ഹൈ ആയിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വലിയ പണിയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ കൂളൻ്റ് എപ്പോഴും സൂക്ഷിക്കുക, കൂളൻ്റും എഞ്ചിനും എപ്പോഴും സൂക്ഷിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ പണിയിലോട്ട് പോകാം.